കേരളത്തിൽ ബിജെപിക്ക് കുതിപ്പുണ്ടാക്കാൻ തന്ത്രപരമായ നീക്കവുമായി രാജീവ് ചന്ദ്രശേഖർ. സുരേന്ദ്രൻ ഒഴിവാക്കിയവരെ പാർട്ടിയിൽ തിരിച്ചെടുക്കും. അസംതൃപ്തർക്ക് പുതിയ റോളുകൾ നൽകും. പ്രാദേശിക തലം മുതൽ പാർട്ടിയെ കരുത്തുറ്റതാക്കാൻ ബൃഹത് പദ്ധതികൾ. കേരളത്തിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റായി സ്ഥാനമേറ്റ രാജീവ് ചന്ദ്രശേഖർ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് വമ്പൻ തന്ത്രങ്ങൾ മെനയുകയാണ്. ഒരിക്കൽ പാർട്ടിയിൽ നിന്നും പുറത്തായവരെയെല്ലാം തിരികെ എത്തിച്ച് പ്രാദേശിക തലം മുതൽ ബിജെപിയെ ശക്തിപ്പെടുത്താനാണ് രാജീവിന്റെ നീക്കം. കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മുതൽ പല കാരണങ്ങളാൽ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരെ നേരിട്ട് കണ്ട് അനുനയിപ്പിച്ച് സംഘടനയുടെ വിവിധ തലങ്ങളിൽ ഉത്തരവാദിത്തം നൽകും. ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന ദേശീയ ആശയം കേരളത്തിൽ അതേപടി നിലനിൽക്കില്ലെന്ന് മനസ്സിലായതോടെ എല്ലാ സമുദായങ്ങളിലെയും സാധാരണക്കാരെയും യുവാക്കളെയും മധ്യവർഗത്തെയും ആകർഷിക്കാൻ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ നിലപാടായിരിക്കും രാജീവ് ചന്ദ്രശേഖറിന്റേതെന്ന് വ്യക്തമാണ്. ഇതിനായാണ് പതിറ്റാണ്ടുകളോളം പാർട്ടിയിൽ പ്രവർത്തിച്ചവരെ തിരികെ എത്തിക്കാൻ ശ്രമം നടത്തുന്നത്. സംസ്ഥാന തലം മുതൽ നിയോജക മണ്ഡല തലം വരെ തഴയപ്പെട്ടതും പിണങ്ങി നിൽക്കുന്നതുമായ 500ഓളം നേതാക്കളുണ്ടെന്നാണ് കണക്ക്. 30-ലേറെ മുൻ ജില്ലാ പ്രസിഡന്റുമാർ പോലും ഭാരവാഹിത്വം ഒന്നുമില്ലാതെ പുറത്തു നിൽക്കുന്ന അവസ്ഥ പാർട്ടിയെ ക്ഷീണിപ്പിക്കുന്നു. ഇവരെയെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് അടിത്തട്ട് മുതൽ പുതിയൊരു രീതിയിൽ സംഘടനയെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരാക്കും. ബിജെപിയുമായി അകന്ന് ഫൗണ്ടേഷനുകളും കൂട്ടായ്മകളും രൂപവൽക്കരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഷ്ഠിച്ചവർ പോലും പുറത്താണ്. ഏതൊക്കെ ഭാരവാഹിത്വമായിരിക്കും ഇവർക്ക് നൽകുകയെന്ന് വ്യക്തമല്ല. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് പുറത്തു നിൽക്കുന്നവരെയെല്ലാം പാർട്ടിക്കുള്ളിൽ കൊണ്ടുവന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതിന്റെ നേട്ടമുണ്ടാകും. കെ സുരേന്ദ്രൻ, പി കെ കൃഷ്ണദാസ് തുടങ്ങിയവർ തമ്മിലുള്ള ഗ്രൂപ്പ് വഴക്കുകൾ ഒഴിവാക്കാനാണ് ഗ്രൂപ്പുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ചന്ദ്രശേഖറിനെ ദേശീയ നേതൃത്വം തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ പ്രാദേശിക തലം മുതൽ പാർട്ടി നേതൃത്വവുമായി ഉടക്കി നിൽക്കുന്നവരെയെല്ലാം ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുക തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രഥമ ഉത്തരവാദിത്വവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പല നിയമസഭാ മണ്ഡലത്തിലും ബിജെപിക്ക് ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. അത്തരം മണ്ഡലങ്ങളിൽ ബൂത്ത് തല സംഘടന കൂടുതൽ ശക്തിപ്പെടുത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി ബിജെപി തയ്യാറാക്കിയ മാർഗരേഖയിൽ എല്ലാ പാർട്ടി അംഗങ്ങൾക്കും എന്തെങ്കിലും ചുമതലയുണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വികസിത കേരളം എന്ന മുദ്രാവാക്യത്തോടെ ബിജെപിയെ വികസന നയാത്മക പാർട്ടിയായി അവതരിപ്പിക്കുകയാണ് ചന്ദ്രശേഖറിന്റെ പ്രധാന തന്ത്രം. LDFന്റെയും UDFന്റെയും നയങ്ങളെ ഒരുപോലെ വിമർശിക്കുകയും കേരളത്തെ നിക്ഷേപ സൗഹൃദവും യുവാക്കൾക്ക് അവസരങ്ങൾ നൽകുന്നതുമായ സംസ്ഥാനമാക്കി മാറ്റുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടബാധ്യതയിലുള്ള കേരളത്തിന്റെ സ്ഥിതിയും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും വിമർശിച്ച് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറയുന്നു. മോദി സർക്കാരിന്റെ ദേശീയ നേട്ടങ്ങൾ മാതൃകയാക്കാൻ ബിജെപിക്ക് സാധിക്കുമെന്നും അവകാശപ്പെടുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പാർട്ടി പ്രവർത്തകർക്കിടയിൽ പ്രചരിപ്പിച്ച് ഗ്രൂപ്പ് വഴക്കുകളില്ലാതെ വികസനമെന്ന ഒറ്റച്ചരടിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കാമെന്ന് രാജീവ് കണക്കുകൂട്ടുന്നു. ബിജെപിയുടെ പരമ്പരാഗത ഹിന്ദു സവർണ വോട്ടുകൾക്കപ്പുറം വിവിധ സാമൂഹിക വിഭാഗങ്ങളെ ലക്ഷ്യമിടാൻ പാർട്ടിക്ക് പ്രാദേശിക നേതൃത്വത്തിന്റെ പിന്തുണ പ്രധാനമാണ്. അതിനായി വിവിധ സമുദായ നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തു കഴിഞ്ഞു പുതിയ സംസ്ഥാന പ്രസിഡന്റ്. ക്രിസ്ത്യൻ വോട്ടർമാരെ ആകർഷിക്കാൻ രാജീവിന് സാധിക്കുമെന്ന് ബിജെപി കരുതുന്നു. നായർ സമുദായാംഗമായ ചന്ദ്രശേഖർ ഉന്നത ഹിന്ദു വോട്ടുകൾ ഉറപ്പിക്കുമ്പോൾ തന്നെ ബിജെപി സഖ്യകക്ഷിയായ BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയുമായി സൗഹൃദ ബന്ധവും ഉടലെടുത്തു കഴിഞ്ഞു. ഇത് CPMന്റെ അടിത്തറയായ ഈഴവ വോട്ടുകളിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കും. വിവാദങ്ങളിൽ നിന്നും കടുത്ത സമരപരിപാടികളിൽ നിന്നുമെല്ലാം വിട്ടുനിന്ന് വേറിട്ടൊരു രാഷ്ട്രീയ തന്ത്രമൊരുക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാണ്. വികസനവും ഭരണനിർവഹണവുമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. ഇടതു വലതു മുന്നണികളിൽ ശക്തമായ കേരളത്തിന്റെ ദൃഢമായ രാഷ്ട്രീയ ഘടനയിൽ ബിജെപിക്ക് ഇടം നേടാനുള്ള ഒരു ബുദ്ധിപരമായ നീക്കമാണ് രാജീവിന്റേത്. വികസന കേന്ദ്രീകൃതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഇമേജ്, അധികാരവിരുദ്ധ വികാരം, വിശാലമായ സാമൂഹിക അടിത്തറ, സംഘടനാ ശക്തിപ്പെടുത്തൽ എന്നിവയാണ് പ്രധാന തന്ത്രങ്ങൾ. LDFനും UDFനും ബദലായി ബിജെപിയെ അവതരിപ്പിക്കാനാണ് അദ്ദേഹത്തിന്റെ ശ്രമം. 2026 കേരളത്തിൽ ബിജെപിക്ക് അധികാരം ലഭിക്കില്ലെങ്കിലും ഇരു മുന്നണികൾക്കും ശക്തമായ എതിരാളിയാക്കി പാർട്ടിയുടെ ദീർഘകാല വളർച്ചയ്ക്ക് വഴിയൊരുക്കാൻ ചന്ദ്രശേഖറിന്റെ തന്ത്രങ്ങൾക്ക് കഴിഞ്ഞേക്കാം.